ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. എയ്ഡ്സ് ദിന സന്ദേശവുമായി ചെറുപുഴ നവജ്യോതി കോളേജ് വിദ്യാർത്ഥികളുടെ തെരുവ് നാടകം. ലോക എയ്ഡ്സ് ദിനമായ ഡിസംബർ 1-നോടനുബന്ധിച്ച് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കണ്ണൂർ നവജ്യോതി കോളേജിലെ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് സൈക്കോളജി വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചു. എയ്ഡ്സിനെ കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചെറുപുഴ, പുളിങ്ങോം ടൗണുകളിലും ആർക്കേഞ്ചൽ സ്കൂൾ കന്നിക്കളം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിച്ചാൽ, വിശ്വവിജ്ഞ UP സ്കൂൾ പുളിങ്ങോം എന്നീ സ്ഥലങ്ങളിലാണ് വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചത്. തെരുവ് നാടകത്തിലൂടെ എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും രോഗികളോട് സമൂഹം പുലർത്തേണ്ട സ്നേഹത്തെയും പിന്തുണയെയും കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും വിദ്യാർത്ഥികൾ ശ്രമിച്ചു. വിദ്യാർത്ഥികളുടെ ഈ നൂതനമായ ബോധവൽക്കരണ ശ്രമം പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും അഭിനന്ദനം നേടുകയും ചെയ്തു. ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമാണ് എയ്ഡ്സ് എന്ന വിദ്യാധാരണ നമുക്ക് മാറ്റി നിർത്താം. കൊതുകൾ കാരണം നിൽക്കാൻ കഴിയും. അല്ല, എനിക്കൊരു സംശയം, കൊതുകൾ മൂലം നമുക്ക് എയ്ഡ്സ് പകരുമോ? പറയാം, കൊതുകളിലൂടെ എയ്ഡ്സ് പകരത്തില്ല. മനുഷ്യ ശരീരത്തിന് പുറമെ വൈറസുകൾക്ക് ആയുസില്ല. ഇതുമായി സമ്പർക്കം പുലർത്തിയാൽ എയ്ഡ്സ് വരുമോ? ഇല്ല. അത് സമൂഹത്തിലെ തികച്ചും കെട്ടുകഥകൾ മാത്രമാണ്. എയ്ഡ്സ് രോഗിയുമായി സംസാരിച്ചാലോ ഭക്ഷണം കഴിച്ചാലോ ചുംബിച്ചാലോ എയ്ഡ്സ് പകരത്തില്ല. എനിക്കൊരു സംശയം, ശരീര സ്രവങ്ങളിലൂടെ HIV പകരുമോ? എങ്കിൽ HIV ബാധിച്ച അമ്മ കൊച്ചിനെ മുന്നോട്ട് ആ കൊച്ചിനെ HIV ബാധിക്കുമോ? ഇതിന്റെ ലക്ഷണങ്ങൾ അസാധാരണമായ മേലുവേദന, ഒരു മാസത്തിലേറെ ചുമ, പനി, വയറിളക്കം എന്നിവയാണ് എയ്ഡ്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ. പറ്റി മാത്രം അറിഞ്ഞാൽ മതിയോ? പ്രതിരോധങ്ങളെ പറ്റിയും അറിയണ്ടേ? ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, മറ്റൊരാൾ ഉപയോഗിച്ച് സിറിഞ്ചോ ബ്ലേഡോ ഉപയോഗിക്കാതിരിക്കുക, രക്തം സ്വീകരിക്കുന്നതിന് കൊടുക്കുന്നതിന് മുൻപ് HIV ടെസ്റ്റ് ഉറപ്പാക്കുക. അപ്പോൾ HIV ബാധിച്ച ഒരാളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്? ജലത്തിൽ നിന്നോ വായുവിൽ നിന്നോ സ്പർശനത്തിൽ നിന്നോ എയ്ഡ്സ് വരികയില്ല. എയ്ഡ്സ് മുൻകൂട്ടി അറിയുവാനായി ഇനിസ് ടെസ്റ്റ് നടത്തുകയും ആന്റി റെട്രോ വൈറസ് തെറാപ്പിയിലൂടെ എയ്ഡ്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റും. നമ്മുടെ ഗവൺമെന്റ് എയ്ഡ്സ് രോഗികൾക്കായി ഒട്ടനവധി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടവയാണ് വിശ്വസ്ത പുലരി പോലുള്ള. അതുകൊണ്ട് തന്നെ എയ്ഡ്സ് രോഗികളുടെ ഉന്നമനത്തിൽ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.